ഇതിനെയൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ അങ്ങനെ ജീവിതത്തിൽ പരിവർത്തനവും ജീവിതത്തിൽ പുരോഗതിയും ഒക്കെ കൈവരിക്കാൻ സാധിക്കും. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആ ഒരു അടുപ്പവും ഭഗവാന്റെ ആ സ്നേഹവും കാരുണ്യവും ദയവും വാത്സല്യവും പ്രേമവും ഒക്കെ കൂടി ഗോപികമാരുടെ മനസ്സിൽ കൃഷ്ണനിൽ പരിപൂർണമായ ഒരു അർപ്പിത മനസ്സുള്ളവരാക്കി. കൃഷ്ണനോട് അങ്ങോട്ട് അലിഞ്ഞു ചേരണം, കൃഷ്ണനിലേക്ക് എത്തണം. കൃഷ്ണനാണ് സർവസ്വവും. ഭഗവാൻ അറിയാം അവരുടെ ഉള്ളില് കൃഷ്ണ ആ ഭഗവാനോടുള്ള അത്ര ഒരു ഇഷ്ടം. ഇവിടെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗോപികമാരുമായിട്ടുള്ള രാസലീല വലിയൊരു സന്ദേശം ഗോപികമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, നമുക്കും അതിലൂടെ വലിയൊരു സന്ദേശം പകരാനായിട്ടാണ് ഈ രാസലീല ഭാഗം അവതരിപ്പിച്ചിരിക്കുന്നത്. രാസലീല ഭാഗം അടുപ്പിച്ച് ഇവിടെ നല്ലൊരു യുദ്ധം കൊതുകിനോട് ചെയ്യണം. ഒരു വശത്ത് രാസലീല ഞാൻ പറയുമ്പോൾ വേറെ വശത്ത് കൊതുകിലീല എന്നെ ശരിക്കും ഓടിക്കുകയാണ് ഇവിടുത്തെ. അപ്പോ ഭാഗവതത്തിലെ സുന്ദരമായൊരു ഭാഗമാണ് രാസലീല. അപ്പം രാസലീല തുടങ്ങുന്നത് ഒരു രാത്രിയില് പൗർണമിയുള്ള ദിവസം, പൂർണ്ണ നിലാവിൻ്റെ പ്രകാശത്തിൽ ഭഗവാൻ തൻ്റെ പുല്ലാങ്കുഴലുമായി ഗോപികമാരെ പ്രേരിപ്പിക്കുന്ന വിധത്തില് യമുനാ നദി തടത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ഭഗവാൻ പുല്ലാങ്കുഴൽ വിളിക്കുകയാണ്. പുല്ലാങ്കുഴൽ നാദത്തിൻ്റെ മാസ്മരികത, അതിലുള്ള ഉള്ളിൽ തട്ടുന്ന അവരിലെ പ്രേമഭാവം ഉണർന്ന് അവർക്ക് അവരുടെ നിയന്ത്രണം മുഴുവൻ വിട്ടുപോയി. അവരെല്ലാം കൃഷ്ണന്റെ അടുത്തേക്ക് കുതിക്കുകയാണ്. പശുവിനെ കണ്ടാൽ പശുക്കുട്ടിയെ പ്രകാരമോ കറവുള്ളൊരു പശുവിൻ്റെ നേരെ എന്നതുപോലെ ഗോപികമാരെ അവര് പരിസരം മറന്നുപോയി എന്നാണ്. കുളിച്ചുകൊണ്ടിരുന്നവള് പകുതി കുളിയാക്കി ഇട്ടോടി. ഭക്ഷണം ഭർത്താവിന് കൊടുത്തവള് അതവിടെ ഇട്ടിട്ടുകൂടി. കുഞ്ഞിന് പാല് കൊടുക്കുന്നവള് അതവിടെ ഇട്ടിട്ടുകൂടി. വസ്ത്രം ധരിച്ചുകൊണ്ടിരുന്നവള് വസ്ത്രം പകുതി ഇട്ടിട്ടുകൂടി എന്നാണ്. അപ്പം അത്രയും അവർക്ക് ആ പരിസര ബോധം മറന്നുപോയി. അവര് കൃഷ്ണ അധികം എത്രയും വേഗം കൃഷ്ണന്റെ അടുത്തേക്ക് എത്തണം. കൃഷ്ണൻ നോക്കുമ്പോണ്ട് ഗോപികമാരൊക്കെ തൻ്റെ അടുത്തേക്ക് ഓടി വന്നിരിക്കണം. കൃഷ്ണൻ ചോദിച്ചു, എന്താ ഗോപികമാരെ, എവിടെ എന്ത് പറ്റി? വല്ല തീയോ, കാട്ടുതീയോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടം ഉണ്ടായോ? എന്തിനാ എല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? എന്നിട്ട് ഗോപികമാർക്ക് പത്നിധർമ്മത്തെക്കുറിച്ച് കൃഷ്ണൻ ക്ലാസ് എടുക്കുകയാണ്. പത്നികളുടെ ധർമ്മം എന്താണ് എന്ന് ഭഗവാൻ അവർക്കൊരു ക്ലാസ്. ഭർത്തൃശുശ്രൂഷണം സ്ത്രീനാം പരോധർമ്മോ എന്നൊക്കെ ഭഗവാൻ ഗോപികമാരെ ഓർമ്മിപ്പിക്കണം. ഭർത്താവിനെ നോക്കണം, പിന്നെ കുട്ടികളെ ശ്രദ്ധിക്കണം, അങ്ങനെ നിങ്ങളുടെ ഉത്തരവാദിത്വം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം. രാത്രിയിൽ ഇങ്ങനെ ഒരു അന്യപുരുഷന്റെ കൂടെ ഇരുന്ന് ഡാൻസ് കളിക്കലല്ല. അതുകൊണ്ട് പ്രതിയാതും തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോ ഗോപികമാര് ഒരെണ്ണം പോയില്ല. അങ്ങനെ തന്നെ തൂണ് പോലെ അവിടെ നിൽക്കുക, ഒരെണ്ണം പോകുന്നില്ല. കൃഷ്ണനാണെങ്കിൽ ഒന്നും പറയണമില്ല. അപ്പം ഇതില് ഗോപികമാരിൽ പ്രധാനിയായ രാധയാണെന്നാണ് എപ്പോഴും പറയാ. ഭാഗവതത്തിൽ സ്പെസിഫിക്കലി പറഞ്ഞില്ലെങ്കിലും അർത്ഥം അങ്ങനെ എടുക്കും. ഈ രാധയാണ് കൃഷ്ണനോട് പറയുന്നത്, ഞങ്ങളിപ്പോ ഭർത്തൃശുശ്രൂഷണാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഭർത്താവ് വീട്ടില. അപ്പൊ ഇവർക്കൊക്കെ ഭർത്താവ് ഉണ്ട് എന്നർത്ഥം, കുടുംബമൊക്കെ ഉള്ളവരാണ്. അപ്പം ഇവിടെ രാധ തന്നെ ഭർത്താവ് ആരാണെന്ന് വർണ്ണിക്കുകയാണ്.
ചില ശ്ലോകങ്ങൾ നിങ്ങൾക്ക് കാണാം. ആരെയാണ് ഭർത്താവായി കാണേണ്ടത്? ഇന്ന് ഭർത്താവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? ഭാര്യയുടെ കെട്ടിയവൻ എന്നുള്ളൊരു അർത്ഥത്തിലാണ്, അല്ലേ? അങ്ങനെ ഒരു അർത്ഥത്തിലല്ലേ ഭർത്താവ് ഉള്ളത്? അതിന് പല നാടൻ ഭാഷയുണ്ടത് വേറെ കാര്യം. അപ്പം ഭർത്താവ് ആരാണ് ശരിക്കും? യഥാർത്ഥ ഭർത്താവ് ആരാണ്? ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭാര്യയെ വഹിക്കുന്നവനാണോ? ആണോ? ഭാര്യയെ വഹിക്കുന്നവനല്ലല്ലോ ഭർത്താവ്. അപ്പൊ ഇവിടെയാണ് ഭർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം നയിക്കുന്നവനാണ്. നയിക്കുക, ലീഡ് ചെയ്യുക, ഗൈഡ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. എന്തിലേക്കാണ് ഗൈഡ് ചെയ്യേണ്ടത്? ഇതിന്ന് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റിയാലുണ്ടല്ലോ, ഇന്ന് നമ്മുടെ വിവാഹ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്ന കുട്ടികൾക്ക് ഇതൊരു വലിയ ഗൈഡൻസ് ആവും. നാളെ ഞാൻ ഇതിനെക്കുറിച്ച് വിസ്തരിച്ച് പറയുന്നുണ്ട്. എങ്കിലും മുൻകൂട്ടി പറയുകയാണ്, നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു സന്ദേശമുണ്ട്. പ്രേമ, മൈത്രി, കൃപ, ഉപേക്ഷ, ഈ 4 വാക്കുകൾ പഠിച്ചു വയ്ക്കണം. പ്രേമ, മൈത്രി, കൃപ, ഉപേക്ഷ. പ്രേമം 2, മൈത്രി 3, കൃപ അല്ലെങ്കിൽ ദയ 4, ഉപേക്ഷ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ലൈഫിന്റെ സ്ട്രക്ചറാണ്. ഇവിടെ പ്രേമം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പ്രേമം എന്ന വാക്കുമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല. പ്രേമം എന്ന് പറഞ്ഞാൽ അനുഷ്ഠാനത്തിലുള്ള ആവർത്തനവും അലിവും. എന്ന് പറഞ്ഞാൽ എന്താണ്? കൃത്യമായി റെഗുലറായി നമ്മൾ ചില അനുഷ്ഠാനങ്ങൾ അർപ്പണ ബുദ്ധിയോടെ, ലയത്തോടെ, ആസ്വാദനത്തോടെ കൊണ്ടു നടക്കുന്നതിൻ്റെ പേരാണ് പ്രേമം എന്നത്. ഭഗവാനിലുള്ള ലയമാണ് പ്രേമം. അപ്പൊ ആ അനുഷ്ഠാനമാണ് മനസ്സിന്, നോക്കൂ എത്ര മനോഹരമാണത്. ഈ അനുഷ്ഠാനമാണ്, അതിൻ്റെ ആവർത്തനമാണ് മനസ്സിന് മനോബലം നേടിത്തരുന്നത്. ഇതാരും നമുക്ക് പറഞ്ഞു തരുന്നില്ല. അനുഷ്ഠാനത്തിന്റെ ആവർത്തനം, അത് അർപ്പണത്തോടെ ചെയ്യുമ്പോൾ അത് ക്രമേണ മനോബലമായി പറയൂ മാറും. അങ്ങനെ മനോബലം ഉള്ളവരായിരുന്നെങ്കിൽ ഇന്ന് ആത്മഹത്യ ഉണ്ടാവില്ലേ വീടുകളിൽ? മനസ്സിലായില്ലേ? അപ്പൊ ഇത് നിരന്തരം കൊണ്ടു നടക്കണം. അതിനാണ് നമ്മൾ ഈ വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമൊക്കെ കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടത്. എന്തിനാണ് ഈ അനുഷ്ഠാനമൊക്കെ? മനുഷ്യന്റെ മനസ്സിന് മനോബലം വേണം, മനുഷ്യന്റെ മനസ്സിന് സംതൃപ്തി വേണം. എന്ത് വേണം? ഒരു സംതൃപ്തി ഇല്ലെങ്കിൽ ജീവിതം എങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റും? ഇന്ന് നമ്മൾ പൊതുവെ കാണുന്ന ഒരു പ്രശ്നമാണ് പരസ്പരം കല്യാണം കഴിച്ചാൽ കേൾക്കുന്ന. ഇപ്പൊ നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ ഈ കല്യാണത്തിന്റെ കണക്കൊക്കെ പത്രത്തിലൊക്കെ വരും. 300 കല്യാണം നടന്നു, 200 കല്യാണം നടന്നു. അതിൽ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞത് എത്ര ഉണ്ടായിരിക്കും? ഗുരുവായൂരപ്പന് ചേർത്ത് വയ്ക്കാൻ പറ്റുമോ? ചേർത്ത് വയ്ക്കാൻ പറ്റുമോ? പറയൂ. പലരും എന്നെയൊക്കെ കല്യാണത്തിന് ക്ഷണിക്കും. ഞാൻ പോവാറിയില്ലേ. കാരണം ഇത് എത്ര കാലം ഇത് പോകുന്നറിയില്ല. കാരണം ഇത്രയും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇവർക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല, അല്ലേ? പണ്ടത്തെ ആളുകൾക്കുണ്ടായിരുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റും, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും, ഒരു വിട്ടുവീഴ്ചയും, ഒരു തപസ്സും, സഹനശക്തിയൊക്കെ ഇന്നുള്ളവർക്ക് പറയും ഉണ്ടോ ഇല്ലയോ? ഇല്ല. ഇന്നിപ്പോ 1 അല്ലെങ്കിൽ 2 തമ്മിൽ തെറ്റി, അത്രയുള്ളൂ കാര്യം. അതിന് മൊബൈൽ ഒരു വലിയ ഘടകമാണ്. കാരണം ഇത് തോണ്ടി ഇരിക്കുമ്പോൾ സംശയം അപ്പം വന്നു, ഏതോ വേറെ ഇടപാടുണ്ടെന്നുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും സംശയ രോഗത്തിലാണെന്ന് പല ബന്ധങ്ങളും വളരുന്നത് ആണോ? പ്രത്യേകിച്ച് സ്കൂൾ കാലങ്ങളിലൊക്കെ സുഹൃത്തുക്കളും ബന്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് തെറ്റിദ്ധരിക്കപ്പെടുന്നത്. അപ്പോ ഇവിടെയാണ് ഒരു കൃത്യതയോടെയുള്ള അനുഷ്ഠാനം. ഇന്ന് ഇതിൻ്റെ ആവശ്യം വളരെ പറയൂ കൂടുതലാണ്. കാരണം മനോബലമുണ്ടെങ്കിലേ, മനഃശക്തി ഉണ്ടെങ്കിലേ നമുക്ക് കുറെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒക്കെ പറയൂ
സാധിക്കുള്ളൂ. മനോബലമില്ലാത്തവർക്ക് അഡ്ജസ്റ്റ്മെന്റ് ഒട്ടും സാധ്യമല്ല. ഇതിന് നമ്മൾ അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. മനോബലം എന്നതൊരു വിഷയമേ അല്ല മനുഷ്യർക്ക്. ഒന്നാമത് ആരും അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നില്ല. അപ്പൊ അതുകൊണ്ട് പ്രേമം വേണം. രണ്ടാമത്തതാണ് മൈത്രി എന്നുള്ളത്. മൈത്രി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സുഹൃത് ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നയിക്കലാണ്, മറ്റുള്ളവരെ ആ ഒരു കരുതലിലേക്ക് നയിക്കുക. അപ്പൊ ഭാര്യയും ഭർത്താവും എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു ആത്മീയ സംസ്കാരത്തിലേക്ക് പതുക്കെ ഒരു പ്രേരണയും പ്രചോദനവും ആകുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്ത സ്വഭാവങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. സ്വഭാവങ്ങളിലൊക്കെ വ്യത്യസ്തതയുണ്ടെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ യാതൊരു പ്രയാസമില്ല. തീർത്ഥാടനം അങ്ങനെയല്ലേ? വ്യത്യസ്ത മനസ്സുള്ളവർ ഒരേ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരുമിച്ച് കിടക്കുന്നു, ഒരുമിച്ച് നടക്കുന്നു. ശബരിമല തീർത്ഥാടനമൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ ഒരു ലക്ഷ്യം ഒന്നാകുമ്പോൾ ഇപ്പൊ നോക്കൂ, നിങ്ങൾ ഇവിടെ വന്നിരിക്കണം, എല്ലാവരും പല സ്ഥലത്തുനിന്ന് വന്നവരാണ്, പക്ഷെ നമ്മുടെ ലക്ഷ്യം ഒന്നാണ്. അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആണോ? പറയൂ. ഇങ്ങനെ മനുഷ്യന്റെ ആ മൈത്രി ബന്ധം, കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ മൈത്രി ബന്ധമാണ്. മൈത്രി എന്ന് പറഞ്ഞാൽ നയിക്കലാണ്. നാളെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. കൃപ, അതാണ് അടുത്തത്. കൃപ വേണം. കൃപ വേണം എന്ന് പറഞ്ഞാൽ ആരും പരിപൂർണമായി പെർഫെക്റ്റ് അല്ല. മറ്റുള്ളവരുടെ സ്വഭാവങ്ങളിലുള്ള കുറവുകളെ കുറെയൊക്കെ വൈകൃതങ്ങളായിട്ടല്ല കാണേണ്ടത്, കുറച്ചൊരു കൃപ കാണിക്കണം. എന്ന് പറഞ്ഞാൽ അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്നത്ര സാധിക്കണം. അങ്ങനെ കൃപ കാണിച്ച് മറ്റൊരാളെ കൂടി ഗൈഡ് ചെയ്യുമ്പോൾ കാലം കൊണ്ട് ഏത് സ്വഭാവത്തിനും പരിവർത്തനങ്ങൾ സംഭവിക്കും. അത് നമ്മൾ എപ്പോഴും ഓർക്കണം. ടുഡേ ഐ മേ നോട്ട് ബി പെർഫെക്റ്റ്, ബട്ട് ബൈ ദ പ്രാക്ടീസ്, കണ്ടിന്യൂസ് പ്രാക്ടീസ്, അതിൽ ചില മാറ്റങ്ങൾ ഒരു രത്നാകരിൽ നിന്നും ഒരു വാഗ്മിയെ രൂപപ്പെടുത്താം. അല്ലേ? അതല്ലേ നമ്മുടെ സംസ്കാരം. ആണോ? ആരും ഒരു രത്നാകരനൊരു സുപ്രഭാതം കൊണ്ട് വാത്മീകിയാവുന്നതല്ല. അതൊരു ഓവർ എ പീരീഡ് കൊണ്ടുണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷനാണ്. ഇപ്രകാരം മാറ്റം അവസാനമാണ് ഉപേക്ഷ. ഉപേക്ഷിക്കേണ്ടത് വ്യക്തികളെയല്ല, ഉപേക്ഷിക്കേണ്ടത് നമ്മളിലെ ചില പിടിവാശികള്, നമ്മളിലെ ചില ദുർവാശികള്, നമ്മളിലെ ചില ദുരഭിമാനങ്ങള്, ഇതിനെയൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ അങ്ങനെ ജീവിതത്തിൽ പരിവർത്തനവും ജീവിതത്തിൽ പുരോഗതിയും ഒക്കെ കൈവരിക്കാൻ സാധിക്കും. ശരിയാണോ ഈ പറയുന്നത്? ശരിയാണോ? ഇതൊക്കെ നമുക്ക് ഒരു ഉൾക്കാഴ്ച കാണിച്ചു തരുന്ന ഭാഗം. ഞാൻ നാളെ ഈ വിഷയത്തിൽ കൂടുതൽ പോവും. ഇന്ന് നമുക്ക് ഇത്രയെങ്കിലും മനസ്സിലാക്കുക. ഗോപികമാര് പറയണു, കൃഷ്ണ അങ്ങേ വിവാഹം ഈ ഗോപികമാര് പറയണു, അങ്ങയുടെ അടുത്തേക്ക് ഞങ്ങൾ വന്നത് അങ്ങ് ഞങ്ങൾ നയിക്കുന്നത് കൊണ്ടാണ്, അങ്ങ് ഞങ്ങളുടെ പ്രഭുവാണ്, അങ്ങ് ഞങ്ങളുടെ ആരാധനയാണ്, അങ്ങ് ഞങ്ങളുടെ ആത്മാവാണ് എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണനെ ഇങ്ങനെ സ്തുതിക്കുകയാണ്. കൃഷ്ണന് മനസ്സിലായി ഗോപികമാര് സത്യത്തിൽ വളരെയധികം ആത്മീയമായി ഉയർന്നവരാണ്. അപ്പൊ കൃഷ്ണൻ അവരുടെ കൂടെ അങ്ങോട്ട് രാസനൃത്തം തുടങ്ങുകയാണ്. അങ്ങനെ നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്ന പോലെ കേശപാശപിഞ്ചിക തുടങ്ങിയിട്ടുള്ള മനോഹരമായ വരികളൊക്കെ ഭട്ടതിരിപ്പാട് എഴുതി വെച്ചിരിക്കുന്നു. ഗോപികമാരും അങ്കന മാധവം മാധവം, ഭഗവാൻ വട്ടത്തിലും നൃത്തത്തിലൊക്കെ ആടി. അങ്ങനെ നൃത്തത്തിൻ്റെ ഒരു താളമേള അങ്ങനെ പോകുമ്പോഴാണ് ഗോപികമാരുടെ ഉള്ളില് ഒരു മത്സര ബുദ്ധി വരാൻ തുടങ്ങി. എന്താ മത്സരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇടയിലൊരു തോന്നല്, ഞാനാണല്ലോ കൃഷ്ണനോട് കൂടുതൽ അടുപ്പ്, നീ എന്താടി ഇങ്ങോട്ട് കയറി വന്നത്? ആദ്യം തിരുവാതിര കളി തുടങ്ങി, പിന്നെ അത് കൈകൊട്ടി കളിയിലേക്ക് മാറി, ഉന്തും തള്ളൊക്കെ ആവാൻ തുടങ്ങി. നീ ആരാടി ഇവിടെ കയറി വരാൻ? അപ്പൊ കൃഷ്ണന് മനസ്സിലായി ഇവരുടെ ഉള്ളിൽ ഇത്തിരി മത്സര ബുദ്ധി വന്നു, ഒരു അസൂയ വന്നു, ഒരു മറ്റുള്ളവരെ ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പം നട തുറന്നാൽ പിന്നെ നിങ്ങൾക്ക് അറിയാം, മറ്റുള്ളവർ തൊഴുതാലും ഞാൻ കൃഷ്ണനെ തൊഴുതതുപോലെ നമുക്ക് തോന്നുമോ? തോന്നുമോ?
തോന്നുമോ? ഇല്ല. നമ്മൾ തന്നെ തൊഴണ്ടേ? വേണ്ടേ? പണ്ട് ആരൊരു മഹാൻ പറഞ്ഞതുപോലെ അതിങ്ങനെ ഈ ഭഗവാന്റെ കൊടിമരത്തിന്റെ അവിടെ വന്ന് തൊഴും. അപ്പോൾ ആരോ ചോദിച്ചു, അങ്ങക്ക് അകത്ത് പോണ്ടേ എന്ന്. പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഗുരുവായൂരപ്പൻ അറിയാം. ഞാൻ വന്നിട്ടുണ്ടെന്ന് ഗുരുവായൂരപ്പൻ അറിഞ്ഞാൽ മതിയല്ലോ. ഞാൻ വന്നിട്ടുണ്ടെന്ന് ഗുരുവായൂരപ്പൻ അറിയാം. അത് എത്ര പേര് അറിയുന്നുണ്ട്? നിങ്ങളിവിടെ സപ്താഹം കേൾക്കാൻ വന്നിട്ടുണ്ടെന്ന് ഗുരുവായൂരപ്പൻ അറിഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ ഗുരുവായൂരപ്പൻ അറിയാം. മനസ്സിലായില്ലേ? ആ ഒരു ഉറപ്പ് വേണം. എന്ത്? എന്റെ കാര്യങ്ങൾ ആർക്കറിയാം? അതൊക്കെ നിങ്ങൾ പറയാം, എന്റെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ നിങ്ങൾ അറിയാത്ത പോലെയാണ് പെരുമാറുക. കാര്യം വരുമ്പോ നിങ്ങൾ അറിയേ ഗുരുവായൂരപ്പൻ എന്തറിയാം, എനിക്കെന്നെ അറിയുള്ളൂ. അപ്പോ ഇവിടെ ഗോപികമാരുടെ ഇടയിൽ ആ മത്സരം വന്നപ്പോൾ അന്തർധതേ ഹരി, ഭഗവാൻ മറഞ്ഞു വന്നു. പിന്നെ ഗോപികമാര് നോക്കും, കൃഷ്ണനെ കാണില്ല. ഗോപികമാര് ചുറ്റും നോക്കി, കാണുന്നില്ല. പിന്നെ അവിടുന്ന് ഒരു അന്വേഷണമാണ്. മല്ലികേ, യുക്തികേ, യാതികേ, തുളസി, ഓരോ ചെടികളോടും ലതകളോടും വൃക്ഷങ്ങളോടൊക്കെ കൃഷ്ണനെ കണ്ടുവോ, കൃഷ്ണനെ കണ്ടുവോ, കൃഷ്ണനെ കണ്ടുവോ, കൃഷ്ണനെ കണ്ടുവോ എന്നിങ്ങനെ ആവർത്തിച്ച് അവർ ചോദിക്കുകയാണ്, കൃഷ്ണനെ കണ്ടുവോ. അപ്പോ അവർക്ക് ഉത്തരമില്ല. അപ്പോഴാണ് ഒരു ഗോപിക പറയുന്നത്, ദേ താഴെ നോക്കൂ, കണ്ടില്ലേ? ആ നനഞ്ഞ മണ്ണിൽ കൃഷ്ണന്റെ പാതയടികൾ ഇങ്ങനെ കണ്ടു. അപ്പൊ വേറൊരു ഗോപിക പറഞ്ഞു, ഒറ്റയ്ക്കല്ല, വേറൊരു ഗോപിക പോയിട്ടുണ്ട്. അപ്പൊ ഈ പാതയടിയോട് ചേർന്ന്, കാലടിയോട് ചേർന്ന് ഒരു ഗോപികയുടെ കാലടിയും കൂടെ കണ്ടപ്പോൾ അപ്പൊ അവർക്ക് ടെൻഷൻ കൂടി. കോഴിക്കോടുകാരുടെ ഭാഷയിൽ ബേജാറില്ല, കണ്ണൂർക്കാരുടെ ഭാഷയിൽ ബേജാറ് കൂടി. എന്താ ഇങ്ങനെ കൃഷ്ണൻ ആരെയും കൊണ്ട് പോയിട്ടുണ്ടല്ലോ, അവരാരെയും കൊണ്ടുപോയി എന്നാണ്. അപ്പൊ ആരാണത്? അവള് നമ്മളെക്കാളും കൂടുതൽ കൃഷ്ണനെ ഇഷ്ടപ്പെടുന്നോണ്ടായിരിക്കാം, സ്നേഹിക്കുന്നോണ്ടായിരിക്കാം കൃഷ്ണൻ അവളെയും കൊണ്ട് പോയത്. അപ്പൊ ഇവര് ആ വഴി പിന്തുടർന്ന് പോയി നോക്കുമ്പോ അവിടുന്ന് ഒരു കരച്ചിലാ കേൾക്കണത്. ഹാ നാഥ രമണ പ്രേഷ്ഠി മഹാഭുജ ദാസ്യാസ്തേ കൃപണായാമി സഖീ ദർശയ സന്നിധിം എന്നൊക്കെ. കൃഷ്ണ എന്നെ കൈവിടല്ലേ, എന്നെ ഒറ്റയ്ക്കിട്ട് പോവല്ലേ, എന്നെ ഉപേക്ഷിക്കല്ലേ കൃഷ്ണ, എന്നെ കൊണ്ടുപോകുന്നൊക്കെ. അപ്പൊ ഇവർക്ക് സമാധാനം, കൃഷ്ണൻ വിട്ടുവല്ലോ അവളെ എന്നുള്ളത്. അങ്ങനെയാണല്ലോ ഓരോരുത്തരുടെ അസൂയ. കൃഷ്ണൻ അവളുടെ കൂടെ ഇല്ല എന്ന് മനസ്സിലായി, അല്ലെ അങ്ങനെ കരയില്ലല്ലോ, കൃഷ്ണ എന്നെ കൊണ്ടുപോയി, എന്നെ എവിടെ ഇട്ടിട്ട് പോവല്ലേ കൃഷ്ണ, ഉപേക്ഷിക്കല്ലേ. അപ്പൊ അവിടെ ചെന്നപ്പോ അവളോട് ചോദിച്ചു, നീ എന്താ അവിടെ കിടക്കണത്? ഇരുട്ടത്ത് കൃഷ്ണൻ എന്നെ കൊണ്ടുപോയപ്പോ ഞാൻ പറഞ്ഞു, കൃഷ്ണ എന്നെ ഒന്ന് ഏറ്റിക്കൊണ്ടുപോകും, എന്നെ അപ്പുറത്ത് ഏറ്റിക്കൊണ്ടുപോകാൻ. ഭഗവാൻ അവളോട് ഒരു കല്ലിന്റെ മുകളിലിട്ട് കയറാൻ പറഞ്ഞു, പറയുടെ മുകളിൽ പുറത്തേക്ക് ചാഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഇവള് ചാഞ്ഞതാ, പക്ഷെ കൃഷ്ണനെ കണ്ടില്ല. പിന്നെന്താ സംഭവിക്കാൻ ഞാൻ പറയണ്ടല്ലോ. കൃഷ്ണൻ അവിടുന്നും പറഞ്ഞു, അവളുടെ കൂടെ ഇല്ല. അവളെയും കൊണ്ടവര് യമുനാ നദി തീരത്ത് വന്ന് ആ നിലാവുള്ള ആ രാത്രിയിൽ അവരുടെ വിരഹത്തിന്റെ വേദനയും പ്രേമത്തിന്റെ സമർപ്പണവും കൃഷ്ണനിലുള്ള ആത്യന്തികമായ സ്നേഹവും എല്ലാം കൂടി അവരുടെ ഉള്ളിൽ നിന്ന് വന്ന പ്രേമഗീതമാണ് ഭാഗവതത്തിലെ അതിസുന്ദരമായ ഗോപികാ ഗീതം. 31-ാം അധ്യായം ഗോപികാ ഗീതം കൊണ്ട് വളരെ ധന്യമാണ്. ഭാഗവത്തിലെ ഏറ്റവും ദശമസ്കന്ധത്തിലെ സുന്ദരമായ, നമ്മുടെ ഭട്ടതിരിപ്പാട് പറഞ്ഞതുപോലെ, എത്രയിലൊക്കെ മഹീയസോ വിമഹിതം സമ്മോഹനം മോഹനൽ കാന്തം കാന്തി നിതാനതോപി മധുരം മാധുര്യദുര്യാദപി സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപമാശ്ചര്യതോപി ആശ്ചര്യം ഭുവനേന കസ്യ കുതുകം പുഷ്ണാതി വിഷ്ണു വിഭോ എന്ന് പറഞ്ഞ പോലെ ആ സുന്ദരമായൊരു ഭാഗമാണ് ഗോപികാ ഗീതം. എല്ലാവരും എടുക്കുകയാണെങ്കിൽ കുറച്ച് നോക്കാം. മുഴുവൻ വായിക്കാൻ പറ്റുണ്ടാവില്ല,
ജയതി തേതികം ജന്മനാവൃജ ശ്രയത ഇന്ദിരാ ശശ്യതത്ര ഹി ദൈതദൃശ്യതാം ദിക്ഷു താവക ത്വയി ധൃദാസവാ ത്വം വിചിന്നതേ ശരദുദാശയേ സാധുജാതസൽ സരസിജോദര ശ്രീമുദാമൃഷ സുരതനാദതേ അശുൽക്കദാസിക വരദനിഗ്നദോ നേഹ കിംവത. ഗോപികമാര് പറയുന്നു, ഞങ്ങൾ എത്ര അനുഗ്രഹീതരാണ്, ഭാഗ്യം ചെയ്തവരാണ്. കാരണം വൃന്ദാവനത്തിൽ ജന്മം കിട്ടിയതുകൊണ്ടല്ലേ കൃഷ്ണന്റെ കൂടെ ആടാനും പാടാനും കൃഷ്ണനെ കാണാനും ഇതിനൊക്കെ ഒരു ഭാഗ്യം കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ ഭാഗ്യമല്ലേ ജന്മം? നമ്മളൊക്കെ ജന്മം ഭാഗ്യം തന്നെയല്ലേ? കാരണം ഈ ഭാരതത്തില്, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ, ഭാരതത്തിൽ തന്നെ ജന്മം കിട്ടുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. നിങ്ങൾ നോക്കൂ, നമ്മൾ വല്ല അറബികളുടെ നാട്ടിലാണ് ജനിച്ചതെങ്കിൽ എന്ത് സംസ്കാരം നമുക്കുണ്ടാകുമായിരുന്നു? വല്ല ആഫ്രിക്കയിലാണ് ജനിച്ചതെങ്കിൽ എന്ത് സംസ്കാരം ഉണ്ടാകുമായിരുന്നു, അല്ലേ? ഈ ഭാരതത്തിൽ നമ്മൾ ജനിക്കുക കാരണം സത്യത്തിൽ നമ്മൾ അനുഗ്രഹീതരാണ്. പക്ഷെ നമുക്കതിൻ്റെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ടോ എന്നുള്ള വേറെ കാര്യം. കാരണം ഈ ഭാഗവതം പോലുള്ള കൃതികൾ, ഗീത പോലുള്ള കൃതികളുള്ള പവിത്ര മണ്ണാണ് ഈ ഭാരതം. ഗോപികമാര് പറയണു, ഞങ്ങൾ അനുഗ്രഹീതരാണ്. കൃഷ്ണ, അങ്ങയുടെ സാന്നിധ്യം, അങ്ങയോടൊപ്പം ചേർന്ന് ജീവിതത്തെ ഞങ്ങൾക്ക് മാറ്റി എടുക്കാൻ സാധിച്ചല്ലോ കൃഷ്ണ. ഇന്ന് ജീവിതം ഒരു നരകമല്ല, ജീവിതം ഒരു ഉത്സവമാണ്, ആനന്ദമാണ്, സന്തോഷമാണ്. അത്രയും ഒരു ധന്യതയാണ്. കാരണം അവരുടെ ദുഃഖങ്ങളൊക്കെ മറന്ന്, പ്രാരബ്ധങ്ങൾ മറന്ന് കൃഷ്ണന്റെ സ്മരണയിൽ അങ്ങനെ ദിനങ്ങൾ കഴിച്ചു കൂട്ടുമ്പോൾ അവരങ്ങനെ ഏതോ ഒരു സമാധിയിൽ എന്ന പോലെ ജീവിതം കൊണ്ടു നടക്കണം. അത്ര ഒരു സന്തോഷം. ഒന്നിനെക്കുറിച്ചും പരിഭവിക്കാനോ ഒന്നിനെക്കുറിച്ചും അങ്ങനെ വിഷമിക്കാനോ സമയമില്ല അവർക്ക്. അവരതിനൊന്നും സമയം കണ്ടെത്തുന്നില്ല. കാരണം അത്രയും സമയം മുഴുവൻ ആരുടെ സ്മരണ? ആരുടെ സ്മരണ? ഭഗവാന്റെ സ്മരണ. നീ കാണും, വില്ലുമംഗല സ്വാമികൾ അതെടുത്തിട്ടാണ് പാടിയത്. ഗോവിന്ദ ദാമോദര മാധവിത്തി, ഗോവിന്ദ ദാമോദര മാധവിത്തി, ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ, ഗോവിന്ദ ദാമോദര മാധവേത്തി എന്നിങ്ങനെ പാടിക്കൊണ്ട് ജന്മം സുഹൃതമാക്കിയ, ധന്യമാക്കിയ ഗോപികമാര് ആ കൃഷ്ണൻ ഉള്ളത് കൊണ്ടല്ലേ അവർക്ക് സാധിച്ചത്. ആ കൃഷ്ണന്റെ സാന്നിധ്യമല്ലേ അവരുടെ ജീവിതം മാറ്റിയെടുത്തത്. ജയതിതേതികം ജന്മന പ്രജ. ഈ ജന്മം, വ്രതത്തിൽ ജനിച്ച ഞങ്ങൾ എത്ര ഭാഗ്യം ചെയ്തവരാണ്. പക്ഷെ കൃഷ്ണ ഇത്രമാത്രം അങ്ങയൊക്കെ സ്നേഹിച്ച്, അങ്ങയിൽ മനസ്സർപ്പിച്ച്, അങ്ങയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തി ഞങ്ങളിങ്ങനെയൊക്കെ ആരാധിക്കുന്നുണ്ടെങ്കിലും അങ്ങ് ഞങ്ങളെങ്ങനെ ഉപേക്ഷിക്കുന്നത് കാണുമ്പോൾ അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്തിനാണ് ഞങ്ങളെ കൊല്ലാതെ കൊല്ലുന്നത്? അത് ചോദിക്കുകയാണ്. ഞങ്ങൾക്കറിയാം അങ്ങ് ഞങ്ങളുടെ ഒരു കേവലം പുറത്തുള്ള ഒരു വ്യക്തിയല്ല. അങ്ങ് ഞങ്ങളുടെ ഉള്ളിൽ അന്തരാത്മാവായി കൂടെയുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. ആ ഗോപികമാര് കൃഷ്ണനെ കാണുന്നത് എങ്ങനെയാ നോക്കൂ നിങ്ങൾ. നകലു ഗോപികാം നന്ദനോ ഭവാൻ അഖിലദേഹിനാമന്തരാത്മദൃ വിഗനസാർത്തിതോ വിശ്വഗുപ്തയേ സഗൗദേവാൻ സത്വതം കുലേ വിരജിതാപയം വിഷ്ണിദുര്യത്തെ ചരണമീയുഷാം സംസൃതേർഭയൽ കരസരോരുഹം കാന്തകാമതം ശിരസി ദേഹിന ശ്രീകരഗ്രഹം. അവിടുന്ന് ഞങ്ങളുടെ അന്തരാത്മാവല്ലേ കൃഷ്ണ. കേവലം അവിടുന്ന് യശോദാദേവിയുടെ പുത്രനല്ല ഞങ്ങൾക്ക്. അങ്ങേക്ക് എങ്ങനെ ഞങ്ങൾ ഉപേക്ഷിക്കാൻ പറ്റും?
അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പാണ് അങ്ങ് ഞങ്ങളെ കൈവിടുകയില്ല. ആ അനുഗ്രഹീതമായ കരങ്ങൾ ഞങ്ങളുടെ ശിരസിൽ വെച്ചുകൊണ്ട് ഞങ്ങളെ ഒന്ന് അനുഗ്രഹിച്ചാലും എല്ലാ ദുഃഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും മനസ്സിനെ മോചിപ്പിക്കാൻ അങ്ങയുടെ സാന്നിധ്യം മാത്രം മതി കൃഷ്ണ. വേറൊന്നും വേണ്ട. ഈ സാന്നിധ്യം തന്നെ ഒരു അനുഗ്രഹമാണ്. എന്നിട്ട് പറഞ്ഞു, ഈ ഒരു ഭക്തി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഇന്നും ഇന്നലെ അല്ല, എത്രയോ ജന്മങ്ങളുടെയാണ്. ഇപ്പൊ ഞാനും നിങ്ങളും ഇവിടെ വന്നിരിക്കുന്നത് എത്രയോ ജന്മങ്ങളിൽ മനസ്സിൽ പാവിയ ഒരു വിത്താണ് ഇവിടെ കൊണ്ടിരുത്തുന്നത്. ഇതൊരു സുപ്രഭാതം കൊണ്ട് കിട്ടുന്നതല്ലത്. ജന്മാന്തരേ ഭവിത് പുണ്യം തഥാ ഭാഗവതം ലഭേതെന്ന. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രയോ ജന്മങ്ങളിൽ ആർജിച്ചെടുത്തിരിക്കുന്ന പൂർവജന്മാർജിതമായ വാസനകൾ, ദൈവീക വാസനകളാണ് നമ്മളെ കാലം കൊണ്ട് ഇതിലേക്ക് എത്തിക്കുന്ന. ഗീതയിൽ 7-19 ശ്ലോകത്തിൽ പറയും, ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻമാം പ്രപദ്യതേ വാസുദേവ സർവമിതി മഹാത്മാസ് ദുർലഭാനാണ്. ബഹൂനാം ജന്മനാം, എത്രയോ ബഹു അനവധി ജന്മങ്ങളുടെ ചക്രങ്ങളിലൂടെ, ഓളങ്ങളിലൂടെ, താളങ്ങളിലൂടെ, ഒഴുക്കിലൂടെ കടന്നു വരുന്നവരാണ് നമ്മൾ. അങ്ങനെയാണ് ഒരു ജന്മം ഈ ഭാഗവതത്തിലേക്കൊക്കെ വരുന്നത്. ഗോപികമാര് പറയുന്നു, അത് ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കൃഷ്ണ, ഈ ജന്മം ഇനി സഫലമാക്കണം, ധന്യമാക്കണം. അതുകൊണ്ട് തവ കഥാമൃതം തപ്തജീവനം കവിബിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാദദം ഭുവി ഗൃണന്തി തേ ഭൂരിതാജന. അങ്ങനെ ഭഗവാനോട് പറയാണ്, തവ കഥാമൃതം തപ്തജീവനം കവിബിരീഡിതം. മഹാന്മാര് പാടി 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 തന്ന ഈ ഭഗവാന്റെ ഈ മംഗളമായ കീർത്തനങ്ങളും ശ്ലോകങ്ങളും ഇത് ഞങ്ങളുടെ ഉള്ളിൽ എത്രയോ ജന്മങ്ങളായിട്ട് ഞങ്ങൾ പാടി പാടി ഉറപ്പിച്ച് ഭക്തി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് ആ ഭക്തിയുടെ മഹത്വം എന്നാണെങ്കിൽ, സുരതവർദ്ധനം ശോകനാശനം സുരിതവേണുനാ സുഷ്ടുചുംബിതം ഇതരരാഗ വിസ്മാരണം നൃണാം വിതരവീരന തേതരാമൃതം. സുരതവർദ്ധനം. സുരതം എന്ന് പറഞ്ഞാൽ ഒരു ആനന്ദത്തിൻ്റെ അമിതമായൊരു സുഖം. എല്ലാ ദുഃഖങ്ങളും കെട്ടുകളും അഴിഞ്ഞ് മനസ്സങ്ങോട്ട് സ്വസ്ഥമായി, ശാന്തമായി, തൃപ്തമായി, ഒരു ധന്യമായ, ഒരു അനുഗ്രഹീതമായ ഒരു ലയത്തിലേക്ക് പോകുന്ന സുരതവർദ്ധനം. ശോകനാശനം. എന്തില്ല? ശോകത്തിന് അവിടെ ഇടയില്ല. അതായത് ഒരു ലയം കൂടുമ്പോൾ, നാമത്തിൽ ലയം കൂടുന്തോറും ശോകത്തിന് നാശം സംഭവിക്കുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു തിയറി. എത്രത്തോളം നാമത്തിൽ മനസ്സ് ലയിക്കുന്നു അത്രത്തോളം ശോകം അകന്ന് അകന്ന് അകന്നു പോകും. അപ്പൊ ദുഃഖം മാറ്റാൻ എന്താ വഴി? ദുഃഖം മാറ്റാൻ എന്താ വഴി? നാമസങ്കീർത്തനം, സർവഭാവ പ്രണാശനം, പ്രണാമോ ദുഃഖശമനം. നാമത്തിലേക്ക് മനസ്സ് സ്വരിത വീണുന സുട്ടുചുംബിതം. ഇതര രാഗവിസ്മാരണം. എല്ലാ രാഗങ്ങളും വിസ്മരിക്കുന്നു. ഗോപികമാര് പറയുന്ന കൃഷ്ണന്റെ ഈ മനോഹരമായ മുരളീധര ഭാവം. പലപ്പോഴും നമ്മൾ മുരളീധര കൃഷ്ണന്റെയൊക്കെ രൂപം വീട്ടിൽ കൊണ്ടുവയ്ക്കും. ചിലരാണെങ്കിൽ ഹിന്ദുക്കൾ മൊത്തം ആരെങ്കിലും പറയുന്നതൊക്കെ അങ്ങോട്ട് അന്ധമായി എടുത്തു കളയും. അങ്ങനെ ഒരു സംശയരോഗം മനുഷ്യർക്കുണ്ട്. അതുകൊണ്ടാണ് ചില വീട്ടിലൊക്കെ പോയ മുരളീധരന്റെ മുരളിയൊക്കെ അഴിച്ചു വെക്കും. ഗുരുവായൂരുന്ന് വിഗ്രഹമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അത് അവര് പറഞ്ഞു ഈ മുരളിയൊക്കെ വെച്ചാൽ കൃഷ്ണൻ സമ്പത്തൊക്കെ ഊതിക്കളയുന്നു. കൃഷ്ണൻ എന്തോ കുഴൽപ്പണത്തിന്റെ ഇടപാടുള്ള പോലെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടില് പോയപ്പോ അവിടെ കൃഷ്ണന്റെ വിഗ്രഹത്തില് മുരളി ഓടക്കുഴലില്ല. അതിന് പകരം വെച്ചിരിക്കണമെന്ന് വെച്ചാൽ മാതൃഭൂമി പേപ്പറാണ്.
അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെ മാതൃഭൂമി കൃഷ്ണൻ എന്ന് മുതലാണ് ഓടാന്ന് തുടങ്ങിയതെന്ന്. അപ്പൊ പറയും, സ്വാമി അതിന്റെ ഓടക്കുള്ള അന്ന് ആരോ പറഞ്ഞിട്ട് അഴിച്ചു മാറ്റി, ഇപ്പൊ അത് കിട്ടാനില്ല എവിടെയാണ്. ഇപ്പം ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി, ഈ മുരളിയില്ലാത്ത കൃഷ്ണൻ അയ്യോ അത് പാടില്ലല്ലോ. അപ്പോഴാണ് എന്ത് ചെയ്തത്, അതിന് പകരം പേപ്പർ ചുരുട്ടി വെച്ചിരിക്കണം. എന്തിനാണ് കൃഷ്ണൻ ഈ മുരളി പിടിച്ചിരിക്കുന്നത്? അത് വെറും ഒരു സംഗീതം മാത്രമല്ല, ജീവിതം സംഗീതമാക്കണം എന്നൊരു സന്ദേശം അതിലുണ്ട്. മനസ്സിലായില്ലേ? അതൊരു വലിയ തത്വവും കൂടി കാണിച്ചു തരികയാണ്. മുരളി മനുഷ്യദേഹമാണ്, മറക്കരുത്. ഓടക്കുഴൽ ഉള്ളുപൊള്ളയായ മുളന്തണ്ട്, 9 ദ്വാരമുള്ള മുളന്തണ്ട്, നവദ്വാരമുള്ള ശരീരമാണ്. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ശരീരം 9 കമ്പുകൾ വെച്ച് കോണി പോലെയാക്കി അതിൽ കെട്ടി കൊണ്ടുപോയി ക്രിമേറ്റ് ചെയ്തു. ഇന്നും ഉത്തരദേശങ്ങളിൽ മുളയിൽ കെട്ടി ബോഡി കൊണ്ടുവന്നു കാണാം. ഇവിടെ കേരളത്തിൽ നമുക്കതൊക്കെ പോയി. പണ്ട് കാലത്ത് മുളയിലൊക്കെ കെട്ടിക്കൊണ്ടുപോകുന്നൊരു കാലം ഉണ്ടായിരുന്നു, പഴയ കാലത്ത്. ഇന്നും നിങ്ങൾ കാശിയിലൊക്കെ പോയാൽ മുളയിലൊക്കെ കെട്ടിക്കൊണ്ടുവരുന്നത് കാണും. ഇല്ലേ? കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? തമിഴ്നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. തമിഴ്നാട്ടിൽ തൊട്ടടുത്തത്. അപ്പം മുളന്തണ്ട്, 9 ദ്വാരമുള്ള മുളന്തണ്ട്. ഈ ശരീരം കേവലം ഒരു മുളന്തണ്ടാണ്. ഇതിലൂടെ ജീവന്റെ സംഗീതം ഊതുന്ന മുരളി ധരിച്ച കൃഷ്ണൻ, അതാണ് മുരളീധര കൃഷ്ണൻ. ആ കൃഷ്ണനെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല. പക്ഷെ കൃഷ്ണനാണ് ഈ ജീവിതമാകുന്ന താളത്തെ, ജീവിതമാകുന്ന രാഗത്തെ, ജീവിതമാകുന്ന സംഗീതത്തെ ഇതിലൂടെ ഊതുന്നത്. അത് മറക്കരുത്. രാവിലെ ഉണർന്നിട്ടില്ലെങ്കിൽ എന്ത് സംഗീതമുണ്ട് ജീവിതത്തിൽ? ഉണർത്തുന്നത് കൃഷ്ണൻ, നിലനിർത്തുന്നത് കൃഷ്ണൻ, ഉറക്കുന്നതും കൃഷ്ണനാണ്. നിങ്ങൾക്ക് കിടക്കാനേ പറ്റുള്ളൂ, ഉറങ്ങാൻ പറ്റില്ല. ഉറക്കത്തിലേക്ക് അങ്ങോട്ട് വഴുതി വീഴുമ്പോൾ ഒരാകർഷണം നിങ്ങളെ വലിച്ചെടുക്കണം. രാവിലെ ഉണരുമ്പോൾ ശരീരമല്ല നിങ്ങൾ ഉണർത്തുന്നത്, ശരീരം പിന്നെയാണ് ഉണർന്നു വരുന്നത്. മനസ്സിനെ ഉണർത്തിക്കൊണ്ടുവരാൻ മനസ്സിന് പിന്നിൽ ഒരു അനന്തബോധം ഉണ്ടാവണം. ശൂന്യതയിൽ നിന്ന് മനസ്സ് ഒരിക്കലും ഉണരില്ല. അപ്പൊ മനസ്സിനെ ഉണർത്താൻ ഒരു അനന്തശക്തി അവിടെ ഉണ്ടായേ പറ്റില്ല. അപ്പൊ ഈ ബോധം ഉണ്ടാവണം. എന്നെ ഉണർത്തിയ, അതായത് എൻ്റെ മനസ്സിനെ ഉണർത്തി ഈ മുളന്തണ്ട് പോലുള്ള ശരീരത്തിലൂടെ എന്നെ ചേർത്ത് ജീവിതത്തിൻ്റെ താളവും രാഗവും സംഗീതവും സ്നേഹവും എല്ലാം എന്നിലൂടെ ഊതുന്ന കലാകാരനാണ് ഭഗവാൻ കൃഷ്ണൻ. ഓരോരുത്തരിലും ആരുണ്ട്? ഈ കലാകാരനുണ്ട്. അതുകൊണ്ടാണ് താളാത്മകമായി ഹൃദയം പിടിക്കുന്നത്, താളാത്മകമായി ശ്വാസം അകത്തേക്ക് വരുന്നതും പുറത്തേക്ക് പോകുന്നതും. ഇതാര് നിശ്ചയിച്ചു? സ്വയം ഒന്ന് ചിന്തിക്കുക. ഈ ഹൃദയത്തിൻ്റെ താളം നിങ്ങളാണോ തീരുമാനിച്ചത്? ശ്വാസം എത്ര എടുക്കണം, ശ്വാസം എത്ര പുറത്തേക്ക് പോകണം, ഇതാര് തീരുമാനിച്ചു? ഓരോ പൾസിൻ്റെയും ആ ബീറ്റ്സുകൾ ആര് തീരുമാനിക്കും? ഇതൊന്നും പുറത്തല്ല തീരുമാനിക്കുക. അതാണ് ക്രിസ്തു മതത്തിനും ഇസ്ലാം മതത്തിനും പറ്റിയ തെറ്റ്. സ്വർഗത്തിലിരുന്ന ഒരാളെ തീരുമാനിക്കണം. എന്നാൽ ഭാരതീയ ഋഷിവര്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതെല്ലാം ധരിച്ച ഒരു കൃഷ്ണൻ നമ്മളിൽ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങളിൽ തന്നെയാണ് മുരളീധരൻ ഇരിക്കുന്നത്, മറക്കരുത്. ആ മുരളീധരന്റെ നാമത്തിൽ മുഴുകാൻ സാധിച്ചാൽ സുരതവർദ്ധനം, ശോകനാശനം. അതിലേക്ക് എത്താൻ എന്ത് വേണം? പതിസുതന്വയ ഭ്രാതബന്ധവാൻ അതിവിലങ്ക്യതേയച്യുതാഗത ഗതിവിതസ്തവൽ ഗീതമോഹിത കിതവയോഷിത കസ്ത്യജിന്നിഷി. ഭഗവാനിലേക്ക് എത്തണമെങ്കിൽ അത്ര എളുപ്പമല്ല. പതിസുതന്വയ ഭ്രാത ബാന്ധവ ചിന്ത വിട്ടിട്ട് വേണം. അതായത് ലൗകിക ചിന്തയും
ഭഗവാന്റെ നാമവും ഒരുമിച്ച് പോവില്ല. പതിസുതാന്വയ ഭ്രാത് ബാന്ധവ അതിവിലംഘ്യ, ആ ചിന്തകളൊക്കെ വിട്ടുകൊണ്ട് അച്യുത ആഗത. ആരിലേക്ക് കടക്കാം? ആരിലേക്ക് കടക്കാം? ആരിലേക്ക് കടക്കാം? ഭഗവാനിലേക്ക്. അതായത് നാമം അനുസ്മരിക്കുമ്പോൾ, ജപിക്കുമ്പോൾ അന്യചിന്തകളൊന്നും വരാതിരിക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും ഉത്തമോത്തമോത്തമോത്തമോത്തമ ജപം. അതാണ് ഏറ്റവും സർവശ്രേഷ്ഠമായ ധന്യമായ ജപം. അല്ലാത്തത് ജപം എന്ന് പറയാം, പക്ഷേ ഈ ചില സാധനങ്ങളിലുണ്ടല്ലോ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി എന്നൊക്കെ ഉള്ളത്. ഈ കൊപ്രയായാലും ശരി, കുരുമുളകായാലും ശരി, എ ഗ്രേഡ് ബി ഗ്രേഡ് അല്ലേ, അങ്ങനെ ഉണ്ടല്ലോ. മറ്റ് ചിന്തകൾ കൂടാത്ത നാമമാണ് ഏറ്റവും ടോപ്പ് ക്വാളിറ്റി നാമം. അല്ലാത്തൊക്കെ നാമം തന്നെയാണ്, പക്ഷെ ക്വാളിറ്റി കുറവാ, ബ്രാൻഡില്ല. മനസ്സിലായില്ലേ? അതിനത്ര ക്വാളിറ്റി പോരാ. ഇനി നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കുക, ഇതിൽ ഏത് ക്വാളിറ്റി നാമാണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ മാർക്കറ്റ് ചെയ്യണത് എന്നുള്ളത്. ബ്രാൻഡഡ് ആണോ, ക്വാളിറ്റി ഉള്ളതാണോ എന്നുള്ളത് മനസ്സിലാവുണ്ടോ? അത് നിങ്ങൾക്കേ അറിയാൻ പറ്റില്ല, വേറൊരാൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല നിങ്ങളുടെ ബ്രാൻഡ് കുറെ കൂടുതലാണോ. ഏതായാലും ഗോപികമാര് പറയണു, ഞങ്ങളെല്ലാം വിട്ട് അങ്ങയിൽ മനസ്സർപ്പിച്ച കൃഷ്ണ, ഞങ്ങളെ ഒരിക്കലും അങ്ങ് കൈവിടരുത് എന്ന് പറയുമ്പോഴാണ് ഭഗവാൻ വീണ്ടും സാക്ഷാൽ മന്മഥന് പോലും മന്മഥമുണ്ടാക്കുന്ന രൂപത്തിൽ ഭഗവാൻ അവിടെ പ്രകടമായി. പിന്നെ ഗോപികമാര് കൃഷ്ണനോട് സംവദിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ രാസനൃത്തം ചെയ്യാണ്. അപ്പൊ ഈ സംവദിക്കുന്ന സമയത്ത് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അങ്ങ് ഞങ്ങളെ വിട്ടുപോയത്? ഭഗവാൻ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സ്നേഹം എന്ന വാക്ക്, ഇതൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടുള്ള ഒരു ശബ്ദമാണ്. എന്താണ് സ്നേഹം? ഇതൊക്കെ പലപ്പോഴും മനുഷ്യൻ തെറ്റിദ്ധരിച്ച് ജീവിക്കുമ്പോഴാണ് അവസാനം ആരും എന്നെ സ്നേഹിച്ചില്ല, എല്ലാവരും എന്നെ മുതലെടുത്തു, എല്ലാവരും എന്നെ പറ്റിച്ചു എന്നൊക്കെയുള്ള പരാതികളൊക്കെ കേൾക്കുന്നില്ലേ? അപ്പൊ നമ്മൾ ദുർബലരാവുന്നതാണ് ഇന്നത്തെ സ്നേഹത്തിന്റെ സ്വഭാവം. എപ്പോഴും മനസ്സിലാക്കണം, സ്നേഹം എന്ന് പറയുന്നത് ആരെയോ ആശ്രയിക്കുന്നതല്ല. മക്കളെ ആശ്രയിക്കുക, അതാണ് നമ്മൾ പറയുക. ആശ്രയിക്കുന്നതല്ല സ്നേഹം. അത് തെറ്റാണത്. കാരണം ആശ്രയിക്കുന്നവരൊക്കെ ദുർബലരാണ്, മറക്കരുത്. ഒരു പയറിന്റെ വള്ളി ഒരു കമ്പിനെ ആശ്രയിക്കുന്നത് പോലെയാണ്. ഒരു വാഴ ഊന്നിനെ ആശ്രയിക്കുന്ന പോലെയാണ്. ഒരു വാഴ ഒരു ഊന്നിനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ, നല്ലൊരു കാറ്റ് വന്നാൽ അതിന് കൊടുത്ത ആ സപ്പോർട്ട് വീണ് കഴിഞ്ഞാൽ വാഴയുടെ കാര്യം എന്തായിരിക്കും? ഇതാണിപ്പം നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന്റെ അവസ്ഥ. മക്കളെയൊക്കെ സ്നേഹിക്കും, അവര് വല്ലോരും സ്നേഹിക്കും. ആ ഊന്ന് പോയാൽ ഇതാ കിടക്കണോ, പിന്നെ സാന്ദ്രാനന്ദാപബോധം, പിന്നെ സാന്ദ്രൻ ആനന്ദമൊക്കെ വരും. പക്ഷെ ആനന്ദമല്ല, കണ്ണുനീരാ വരുന്നത്. കാരണം ഞാൻ ഇവരൊക്കെ സ്നേഹിച്ചു, ഇവരൊന്നും എന്നെ സ്നേഹിച്ചില്ല. സ്നേഹം എന്നാൽ ആരെയും ഒട്ടിപ്പിടിക്കുന്നതല്ല. സ്നേഹം എന്നാൽ ആശ്രയമല്ല. സ്നേഹം എന്നാൽ മറ്റുള്ളവർക്ക് പരിശീലനമാണ്. വെൻ യു ഗൈഡ്, ദാറ്റ് ഈസ് ദ റിയൽ ലവ് എന്നാണ്. സ്നേഹം എന്നത് ഒരു തരം പരിശീലനമാണ്. നിങ്ങൾ 10 പേരെ നാരായണീയം പഠിപ്പിക്കുക, അതാണ് ഏറ്റവും വലിയ സ്നേഹം. അതിലാണൊരു സന്തോഷം. നിങ്ങൾ 10 പേരെ വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ പഠിപ്പിക്കൂ, അതാണ് ഏറ്റവും വലിയ സ്നേഹം. മറ്റതൊന്നും സ്നേഹമല്ല. കാരണം അവിടെ നിങ്ങളും ഉയരുന്നു, പറയൂ, അവരും ഉയരുന്നു. നിങ്ങൾക്ക് ശരിക്കും സ്നേഹം, 2 വാക്കുകൾ നിങ്ങൾ പഠിക്കണം. 1 പ്രേമം, 2 സ്നേഹം. നാമത്തിൽ മുഴുകി അത് ആവർത്തിക്കുന്നത് പ്രേമം. മറ്റുള്ളവരോടൊപ്പം എന്തെങ്കിലും നാമമോ അല്ലെങ്കിൽ സേവനമോ അത് ചെയ്ത് മറ്റുള്ളവരെ കൂടി നിങ്ങൾ ഉയരാൻ പ്രേരണയും പ്രചോദനവും കൊടുക്കുന്നത് സ്നേഹം. ഈ അർത്ഥമെടുത്ത് നിങ്ങൾ ജീവിച്ചു നോക്കും, നിങ്ങൾ തളരില്ല. നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ഒറ്റപ്പെടില്ല.
നേരെ മറിച്ച് നിങ്ങൾ മക്കളെ ആശ്രയിച്ച് അവർ നിങ്ങളെ നോക്കും എന്നും പറഞ്ഞ്, അതാണ് നിങ്ങൾ പറയുക, നീ എന്നെ പൊന്നുപോലെ നോക്കണം. അവനും പറഞ്ഞു, പൊന്നു ഞാൻ നോക്കുന്നു. പൊന്നുപോലെ നോക്കണം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, പൊന്നു ഞാൻ നോക്കുന്നു. ഏത് നോക്കും? ഏത് നോക്കും? പൊന്നു നോക്കും. കാരണം ഏറ്റവും വില പിടിച്ച സാധനം പൊന്നാണ്. നിങ്ങൾ അങ്ങനെ പൊന്നുപോലെ നോക്കാൻ പറഞ്ഞു. എൻ്റെ പൊന്നല്ലേ പൊന്നല്ലേ പൊന്നല്ലേ. അതിനെയാണ് അവൻ പറയുന്നത്, ഇത്രയും കാലം നിങ്ങൾ എന്നെ പൊന്നെന്ന് വിളിച്ചത്, ഇനി നിങ്ങൾ എനിക്ക് പൊന്നു തരൂ. അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ അത്രയൊന്നും സ്നേഹിക്കുന്നില്ല. മനസ്സിലാവുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പിടികിട്ടിയാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ തളരുന്ന പ്രശ്നമില്ല. ഇപ്രകാരം ഗോപികമാര് കൃഷ്ണനോടത്ത് നൃത്തമാടുകയാണ്. ഭഗവാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വിട്ടുപോയതല്ല, മറിച്ച് നിങ്ങളാണ് എന്നെ അകറ്റി നിർത്തിയത്. നിങ്ങൾ എന്നെ അകറ്റി നിർത്തി. അതെന്താണ് അകറ്റി നിർത്തിയത്? നിങ്ങളുടെ ഉള്ളിൽ വേണ്ടാത്ത ചിന്ത വന്നപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്നും അകന്നു പോയതുപോലെ ഞാൻ അകന്നിട്ടില്ലേ ഗോപികമാർ? എപ്പോഴും ഇത് ഓർക്കണം. നമ്മുടെ ഉള്ളിൽ വേണ്ടാത്ത ചിന്ത വരുമ്പോൾ നമ്മൾ ഭഗവാനെ എന്ത് ചെയ്തു? അകറ്റി നിർത്തി. അപ്പൊ നമുക്ക് തോന്നും ഭഗവാൻ കൈവിട്ടു എന്ന്. വാസ്തവത്തിൽ ഭഗവാൻ കൈവിട്ടില്ല, ഭഗവാൻ അവിടെ ഉണ്ട്. പക്ഷെ നമ്മുടെ മനസ്സപ്പൊഴിക്കും ആ ഭഗവാന്റെ ചിന്തയിൽ നിന്നും മാറിപ്പോയി. അപ്പൊ പിന്നെ ഭഗവാൻ അകന്നതുപോലെ തോന്നുകയാണ്. ഭഗവാൻ പറഞ്ഞു, ഞാൻ ആരെയും കൈവിടില്ല. അതാണ് ഭഗവാൻ ഗീതയിലും പറഞ്ഞത്, ഞാൻ ആരെയും കൈവിടുന്നില്ല. എനിക്ക് ആരോടും ദേഷ്യവുമില്ല, എനിക്ക് ആരോടും പ്രിയവുമില്ല. പക്ഷെ ആരെന്നെ ഭജിക്കുന്നു ഞാൻ അവരുടെ കൂടെയുണ്ടാകും. പക്ഷെ ആരും ഭജിക്കുന്നില്ലയോ? കൂടെയുണ്ട്, പക്ഷെ ഞാൻ അവർക്ക് ഒരിക്കലും അനുഭവപ്പെടുകയില്ല. എൻ്റെ അനുഗ്രഹം അവർക്ക് ഫീൽ ചെയ്യില്ല, എൻ്റെ കരുത്ത് അവർക്ക് കിട്ടില്ല, എൻ്റെ കരുതൽ അവർക്കുണ്ടാവില്ല. കാരണം അവരുടെ മനസ്സ് വേറെ ഏതോ ചിന്തകളിൽ അങ്ങനെ മുഴുകിക്കിടക്കുകയാണ്. അതെന്റെ തെറ്റല്ല. അതാരുടെ തെറ്റാണത്? അതാരുടെ തെറ്റാണത്? അത് നമ്മുടെ തെറ്റല്ലേ? നമ്മളല്ലേ ഭഗവാനെ സ്മരിക്കേണ്ടത്, അല്ലേ? ആണോ അല്ലയോ? അതാണ് രാമായണത്തിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. രാമായണത്തില് അവസാനം ഹനുമാൻ സ്വാമി ചോദിക്കുന്ന വരം അതാണ് രാമനോട്. രാവണ യുദ്ധമൊക്കെ കഴിഞ്ഞ് പട്ടാഭിഷേകം കഴിഞ്ഞ് രാമൻ എല്ലാവർക്കും ഓരോ സമ്മാനം കൊടുക്കുകയാണ്. തൻ്റെ പട്ടാഭിഷേകത്തിന് വന്ന വിഭീഷണനും സുഗ്രീവനും അങ്കദനൊക്കെ. അവസാനം ഹനുമാൻ സ്വാമിയുടെ ഊഴം വന്നപ്പോ സീതാദേവി ചോദിച്ചു, ഞാൻ എൻ്റെ കഴുത്ത് കിടക്കുന്ന മാല കൊടുത്തോട്ടെ എന്ന്. ഓ, കൊടുത്തോളാൻ പറഞ്ഞു. രാമൻ ചോദിക്കുകയാണ്, വലിയ ഉപകാരം ചെയ്തു, അതിന് സത്യം പറഞ്ഞാൽ ഒന്നും പ്രതിഫലമായി തരാൻ അതൊന്നും വിലയില്ലാത്തതാണ്. കാരണം അങ്ങ് ചെയ്തിരിക്കുന്ന ഉപകാരം അത്ര സർവശ്രേഷ്ഠമാണ്. എന്തെങ്കിലും ഒരു വരം രാമനോട് ചോദിക്കുന്ന വരം എന്താണെന്നറിയോ? എന്ന് എനിക്ക് രാമന്റെ കൂടെ താമസിക്കണം, എന്ന് ഞാൻ ഇവിടെ താമസിച്ചോളാം എന്നൊന്നല്ല ചോദിക്കുന്നത്. ചോദിക്കുന്ന വരം രാമജപസ്മരണ ശ്രവണങ്ങളിൽ മാമകമാനസേ തൃപ്തി വരാവിഭോ, മറ്റു വരം മമ വേണ്ടതയാനിതേ, മുറ്റും ഇളക്കമില്ലാതൊരു ഭക്തിയുണ്ടാക വേണം. രാമജപസ്മരണ ശ്രവണങ്ങളിൽ, ആ നാമം, അതിൽ എനിക്ക് രുചി വേണം, അതിലെനിക്ക് അഭിരുചി വേണം, അതിലെനിക്ക് ലയം വേണം. അതിൽ നിന്ന് വിട്ടുപോവാൻ എൻ്റെ മനസ്സിനൊരിക്കലും തോന്നരുത്. ഇതിൽ പരം മറ്റു വരം മമ വേണ്ടതയാനിതേ, മുറ്റുമിളക്കമില്ലാതൊരു ഭക്തി, അത് മാത്രമേ വേണ്ടൂ എനിക്ക്. ആലോചിക്കുക ഹനുമാൻ സ്വാമിയുടെ ആ മാനസികാവസ്ഥ എന്താണ്. ഇതാണ് ഗോപികമാരും കൃഷ്ണനിൽ നിന്ന് അവസാനം നേടിയെടുക്കുന്നത്. കൃഷ്ണനോട് പറയുന്നത് അതാണ്. ആ ഗോപികമാരോട് കൃഷ്ണൻ പറയുന്ന വരികളുണ്ട്. ഈ എന്താണ്, ഗോപികമാരെ ഇത്രയും സ്നേഹം മനസ്സർപ്പിച്ചുകൊണ്ട്, എല്ലാം വിട്ടുകൊണ്ട്, അതായത് പതിസുതാന്വയ ഭാന്ത ചിന്തകളൊക്കെ വിട്ട് മനസ്സർപ്പിക്കുന്ന ഒരു സമൂഹം ഭൂമിയിലുണ്ടെങ്കിൽ അത് നിങ്ങളാണ് സുഹൃതികൾ. മനസ്സിലായില്ലേ? ഒരുപക്ഷെ ഭഗവാൻ അന്നത്തെ കാലത്തെ ബ്രാഹ്മണരെക്കാൾ കൂടുതൽ ആദരിച്ചത് ഗോപികമാരെ. ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് 22-ാമത്തെ ശ്ലോകം കാണാം. 32-ാമത്തെ അധ്യായത്തിൽ 22-ാം ശ്ലോകം പറയുന്നത്, നപ്പാരയേഹം
നിരവധ്യ സംയുജം സ്വസാധു കൃത്യം വിബുധായുഷം വാം യാ മാ ഭജൻ ദുർജര ഗേഹശൃംഖലൈ സംവൃച്ഛതദ്വാ പ്രതിയാതു സാധുനാം. ഏ ഗോപികമാരെ, നിങ്ങളുടെ ഈ നിർഭരമായ അല്ലെങ്കിൽ ഭക്തി കൊണ്ട് ധന്യമായ ഈ മനസ്സ്, ഒട്ടും പ്രതീക്ഷയില്ലാതെ എന്നിൽ നിന്നും ചോദിക്കാതെ നാമത്തിൽ മാത്രം ലയിച്ചും മുഴുകിയും ജീവിക്കുന്ന നിങ്ങളുടെ ഈ മനസ്സ് ചെയ്യുന്ന ഈ ഭക്തിക്ക് തുല്യമായി ഒന്നും ചെയ്യാൻ ഞാൻ യോഗ്യനല്ല. എത്ര ജന്മമെടുത്താലും കടം തീരില്ല എന്നാണ് കൃഷ്ണൻ പറയുന്നത്. സ്വസ്വാതകൃത്യം വിബുധായുഷ, 1000 ജന്മമെടുത്താലും എൻ്റെ കടം ഒരിക്കലും തീരില്ല. കാരണം മാ ഭജൻ, എന്നെ ഭജിച്ചു നിങ്ങൾ. എങ്ങനെ? ദുർജര ഗേഹശൃംഖലേ സംവൃച്ച്യ, കുടുംബ ബന്ധങ്ങളും കുടുംബചിന്തകളൊക്കെ ചിന്തയിൽ വരാൻ അനുവദിക്കാതെ മാ ഭജൻ, നിങ്ങൾ എന്നെ ഭജിച്ചു ഗോപികമാരെ. ഇത്രയും ഒരു നിഷ്കളങ്കമായ നിഷ്കപടമായ തീർത്തും നിശേഷം അർപ്പിതമായ ഭക്തിക്ക് തുല്യം എന്തെങ്കിലും തിരികെ തരാൻ ഞാൻ യോഗ്യനല്ല. അത്രമാത്രം ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് കൃഷ്ണൻ ഇവിടെ പറയുന്നത്. നമുക്ക് നിങ്ങളെ കൃഷ്ണൻ പോലും ഏറെ ആദരിച്ചിരിക്കുന്ന ഭക്തിയാണ് ഗോപികമാരുടെ ഈ ഒരു ഭക്തി. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അമ്പലത്തിൽ ഒക്കെ പോകുന്നതും ഇതിന് വേണ്ടിയിട്ടാണ്. സത്യത്തിൽ ആളുകൾ പലപ്പോഴും അത് മനസ്സിലാക്കാതെ പോയി അവർ വെറുതെ തൊഴുതു പോകുന്ന നാമജപവും ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഭക്തിയായിപ്പോയി. നിങ്ങൾ നോക്കുക, എവിടെയാണ് കൃഷ്ണൻ ഗോപികമാരെ അനുഗ്രഹിക്കുന്നത്?